അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, കേരള മുസ്ലിങ്ങൾക്കിടയിൽ ഏറ്റവും അധപ്പതിച്ച, ഏറ്റവും പിഴച്ച വിഭാഗമാണ് കുരുവട്ടൂരികൾ. പാഷാണത്തിലെ കൃമി എന്നൊക്കെ പറയുന്നത് പോലെ ഇതിനേക്കാൾ പിഴച്ച, ഇതിനേക്കാൾ വൃത്തികെട്ട ആശയം പേറുന്ന, ആശയം പ്രചരിപ്പിക്കുന്ന, അതിനുവേണ്ടി നിലകൊള്ളുന്ന ഇത്രത്തോളം വൃത്തികെട്ട ഒരു വിഭാഗം കേരള മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഈ കുരുവട്ടൂരികളുടെ ആത്മീയ നേതാവാണ് കുരുവട്ടൂര് ഹാഫിള് എന്ന് വിളിക്കുന്ന ഒരു ചങ്ങായി. ഇവരിലെ ഏറ്റവും വലിയ വായാടിയാണ് നൗഷാദ് ഹസനി ഒതുക്കുങ്ങൽ. ആരാണ് നൗഷാദ് ഹസനി ഒതുക്കുങ്ങൽ? അവൻ എന്തിനാണ് ഇത്രത്തോളം വൃത്തികെട്ട അധപ്പതിച്ച ആശയങ്ങൾ ഈ കേരള മുസ്ലിം സമൂഹത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? ആരാണ് ഇവനെ നിയന്ത്രിക്കുന്നത്? എന്താണ് ഇവന്റെ ഉദ്ദേശ ലക്ഷ്യം? നമുക്കറിയാം, കാന്തപുരം വിഭാഗത്തിലെ ഒരുപാട് പ്രാസംഗികരിൽ ഒരാളായിരുന്നു ഈ നൗഷാദ് ഹസനി ഒതുക്കുങ്ങൽ. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവന്റെ ഉള്ളിലിരുപ്പ് പല രീതിയിലും പുറത്തു ചാടിയപ്പോൾ കാന്തപുരം വിഭാഗം അവനെ സംഘടനയിൽ നിന്നും മാറ്റി നിർത്താൻ തീരുമാനിച്ചു. കാരണം തളപ്പിലൊതുങ്ങാത്ത തെങ്ങായി ഇവൻ മാറുന്നുണ്ട് എന്നവർക്ക് ബോധ്യപ്പെട്ടു. ഇവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഇവന്റെ നിലനിൽപ്പും ഇവന്റെ സ്വാർത്ഥ ലാഭവും മാത്രമാണ് ഇവനെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി അവൻ എന്ത് നെറികേടും പ്രസംഗിക്കും, എന്ത് ചീഞ്ഞളിഞ്ഞ ആശയവും പ്രചരിപ്പിക്കും, എന്ത് നിലപാടും സ്വീകരിക്കും, എങ്ങോട്ട് വേണമെങ്കിലും ചാടും. ഇവനെ കാന്തപുരം വിഭാഗം പുറത്താക്കാൻ തീരുമാനിച്ച ഉടനെ തന്നെ ഇവന്റെ നിലനിൽപ്പിനു വേണ്ടി ഇവൻ ചെയ്ത പണി, ഇവൻ EK സമസ്തയിലേക്ക് കൂടുമാറാൻ ശ്രമിച്ചു. അതുവരെ EK സമസ്തക്കെതിരെ ശക്തമായി പ്രസംഗിച്ച ഇവൻ കാന്തപുരം ഗ്രൂപ്പിൽ ഇനി തനിക്ക് നിലനിൽപ്പില്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി EK ഗ്രൂപ്പിലേക്കുള്ള തന്റെ ആഗമനോദ്ദേശം വെളിപ്പെടുത്തി. അങ്ങനെ EK ഗ്രൂപ്പിന്റെ ആളുകൾ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ വെച്ച് ഇവനൊരു സ്വീകരണം തീരുമാനിച്ചു. നാടൊട്ടാകെ പോസ്റ്റർ ഒട്ടിച്ചു, പ്രചരിപ്പിച്ചു. ഇതാ കാന്തപുരം ഗ്രൂപ്പിലെ പ്രമുഖ പ്രഭാഷകൻ നൗഷാദ് ഹസനി കാന്തപുരം സമസ്തയുടെ പൊള്ളത്തരങ്ങൾ വലിച്ചെറിഞ്ഞ് തങ്ങളുടെ സമസ്തയിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് നാടാകെ പ്രചണ്ഡമായ പ്രചരണം നടത്തി. കോഴിക്കോട് മുതലക്കുളം മൈതാനിൽ സ്വീകരണം സംഘടിപ്പിച്ചു. അങ്ങനെ കേരളത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള EK സമസ്തക്കാർ വണ്ടിയെടുത്ത് കോഴിക്കോട് മുതലക്കുളം മൈതാനി ലക്ഷ്യം വെച്ച് പാഞ്ഞു, ഇവന്റെ വായിൽ നിന്നും ഉതിർന്നു വീഴുന്ന ആ മുത്തുമണികൾ പുറക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ തുടങ്ങുന്ന ഇവന്റെ ചതി. വൈകുന്നേരം 7 മണിക്കാണ് മുതലക്കുളം മൈതാനിയിൽ ഇവന് സ്വീകരണം സംഘടിപ്പിച്ചത്. അതിന്റെ മുന്നോടിയായി വൈകുന്നേരം 3 മണിക്ക് തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലുള്ള EKക്കാരുടെ സ്ഥാപനമായ ഇസ്ലാമിക് സെന്ററിൽ ഇവൻ മുൻകൂട്ടി ഹാജരായി. പക്ഷേ എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ട്, ഞെട്ടിച്ചുകൊണ്ട് ഇവൻ സമർത്ഥമായി ഇസ്ലാമിക് സെന്ററിൽ നിന്ന് മുങ്ങി. ആയിരക്കണക്കിന് ആളുകൾ ഇവന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി, ഇവന് സ്വീകരണം കൊടുക്കാൻ വേണ്ടി മുതലക്കുളം മൈതാനിൽ ഒരുമിച്ച് കൂടിയേക്കുക. ഇവനെ തപ്പിയിട്ട് കിട്ടണില്ല, ഫോൺ സ്വിച്ച് ഓഫ്. ആ മുങ്ങിയ ഇവൻ പിന്നീട് സുബഹിക്ക് 4 മണിയോട് അടുത്താണ് ഇവന്റെ വീട്ടിൽ പൊങ്ങുന്നത്. അന്ന് തുടങ്ങിയ ചതിയാണ് ഇവന്റെ ചതി. വിശ്വസിച്ചവരെ ചതിക്കുക എന്നുള്ളത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്. ആയിരക്കണക്കിന് ആളുകളെയും EK സമസ്തയുടെ നേതാക്കന്മാരെയും വഞ്ചിച്ച് ഇവൻ എന്തിനു മുങ്ങി, ഇന്നും ആ കാര്യം അജ്ഞാതമാണ്. എന്തായാലും EK സമസ്തയിലും AP സമസ്തയിലും ഇനി തനിക്ക് നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയ ഇവൻ പുതുതായി ഒരു സംഘം തട്ടിക്കൂട്ടി. അതാണ് പച്ചക്ക് പറഞ്ഞാൽ കുരുവട്ടൂരിസം. ആ കുരുവട്ടൂരിസത്തിന്റെ പിഴച്ച, ചീഞ്ഞളിഞ്ഞ ആദർശം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവനും ഇവന്റെ സംഘവും കണ്ടെത്തിയ തുരുപ്പ് ചീട്ട് മാത്രമാണ് 33 കൊല്ലം മുമ്പ് കോഴിക്കോട് നിന്ന് മരിച്ചുപോയ CM മടവൂർ എന്ന മാനസിക രോഗി. പിന്നീട് അവൻ അന്നു മുതൽ ഇന്ന് വരെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവനും ലോകത്ത് ഇന്ന് വരെ ഒരു മുസ്ലിമിനും കേട്ടുകേൾവി പോലുമില്ലാത്ത, പരിചയമില്ലാത്ത, മക്കാ മുശ്രിക്കിന് പോലുമില്ലാത്ത പിഴച്ച, ചീഞ്ഞളിഞ്ഞ ആദർശങ്ങളാണ് ഇവൻ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഈ CM മടവൂരിനെ മുൻനിർത്തിയാണ് ഇവന്റെ കളി മുഴുവനും. CM മടവൂർ കുതുബുൽ ആലമാണ്, മുദബ്ബിറുൽ ആലമാണ്. പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്, അള്ളാഹു അല്ലാത്ത എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന CM മടവൂരാണ് എന്ന പിഴച്ച വാദം നിർലജ്ജം, ഉളുപ്പില്ലാതെ കേരള മുസ്ലിം സമൂഹത്തിൽ ഇവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. ഇവന് CM മടവൂരിൽ പ്രത്യേകിച്ച് വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല. ഈ CM മടവൂർ എന്ന വ്യക്തി വെറും മാനസിക രോഗിയാണെന്നുള്ള കാര്യം ഇവനെ നയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കും വ്യക്തമായിട്ട് അറിയാം. പിന്നെ എന്താണ് CM മടവൂരിന്റെ പിന്നാലെ അവർ കൂടിയിട്ടുള്ളത്? കാന്തപുരം വിഭാഗത്തെ പിളർത്തണം, അതിന് ഭിന്നിപ്പുണ്ടാക്കണം, ആ സംവിധാനം തകർക്കണം, എന്നിട്ട് സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെയും മുകളിൽ തനിക്ക് വാഴണം എന്ന സ്വാർത്ഥ ചിന്ത മാത്രമാണ് ഇവനെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഇവൻ പറയാത്ത കുഫറില്ല, ഇവൻ പ്രചരിപ്പിക്കാത്ത ശിർക്കില്ല. ഈ CM മടവൂരി എന്ന മാനസിക രോഗിയാണത്രേ ലോകം മൊത്തം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവൻ പറയുന്നത് കേട്ടു നോക്ക്. ഇനി മുദബ്ബിറുൽ ആലം, അവിടേക്ക് ചർച്ച വരിക. മുദബ്ബിറുൽ ആലം, അതാണ് ഇപ്പൊ വലിയ പ്രശ്നം. ആലമിനെ തന്നെ നിയന്ത്രിക്കുന്നവൻ, ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നവർ. ശൈഖ് മടവൂർ അന മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞു എന്നതിൽ ആർക്കും തർക്കമില്ല. കാരണം അതിവിടെ തവാത്തുറായി ഉദ്ധരിക്കപ്പെട്ടതാണ്. അപ്പൊ മുദബ്ബിറുൽ ആലം, ആലമിനെ തന്നെ നിയന്ത്രിക്കുന്നവൻ. എന്താണ് ആലം?
അള്ളാഹു അല്ലാത്ത എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആലമാണ്. അതിൽ ഗോളങ്ങൾ പെടും, നക്ഷത്രങ്ങൾ പെടും, സൂര്യൻ പെടും, ആകാശം പെടും, ഭൂമി പെടും, അർശ് പെടും, കുർസിയ പെടും, പ്രവാചകന്മാർ പെടും, സ്വർഗം പെടും, നരകം പെടും, എല്ലാം പെടും. അതിനെയെല്ലാം നിയന്ത്രിക്കുന്നവൻ ഈ 33 കൊല്ലം കോഴിക്കോട് നിന്ന് മരിച്ചുപോയ CM മടവൂരാകുന്നു എന്ന് ആര് പറഞ്ഞു? മടവൂർ തന്നെ പറഞ്ഞു. അന മുദബ്ബിറുൽ ആലം. തലക്ക് വെളിവില്ലാത്തൊരു മനുഷ്യൻ എന്തൊക്കെ പറയും? ചുരുക്കി പറയാ. അപ്പൊ ഇത് വിവാദമായ സമയത്ത് ഇത് കേരളത്തിൽ മൊത്തം വിവാദമായി. ഒരു മുസ്ലിമിനും അംഗീകരിക്കാൻ പറ്റാത്തൊരു വാദമാണത്. അപ്പൊ വിവാദമാകുമ്പോൾ നമ്മളെന്ത് വിചാരിച്ചു? ഏതൊരാളും ഒരു കാര്യം വിവാദമാകുമ്പോൾ ഒന്നും കൂടി മൃദുലമാക്കിയിട്ട് സംസാരിക്കുന്നു വിചാരിച്ചു. ഇപ്പൊ ഒന്നും കൂടി ഡബിൾ സ്ട്രോങ് ആയിട്ട്. ഈ ആലം മാത്രമല്ല 18,000 ആലമും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും മടവൂർ ശൈഖുന തന്നെയാണ്. ക്ലിപ്പാക്കിയിട്ട് സകല സ്ഥലത്തും പോയി പ്രചരിപ്പിക്കും. അതല്ലേ ഞങ്ങൾക്ക് വേണ്ട? ഇവിടെ ചില സുന്നികളായ ആളുകൾ മെസ്സേജ്, എന്നാൽ ഇങ്ങനെയൊക്കെ പറയേണ്ടിയിരുന്നോ, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, മാറി നിന്നോ, ഞങ്ങൾ പറഞ്ഞോളൂ. കേട്ടല്ലോ, ഈ ആലം മാത്രമല്ല 18,000 ആലമും നിയന്ത്രിക്കുന്ന മടവൂരാണ്. ക്ലിപ്പാക്കി സകല സ്ഥലത്തും പ്രചരിപ്പിച്ചോ, എനിക്ക് യാതൊരു ഉളുപ്പില്ല, എന്റെ തൊലിക്കട്ടി കുറച്ച് കൂടുതലാണ്. ഒരുത്ത മരക്കൊമ്പിൽ നിന്ന് ഇങ്ങനെ മൂത്രയിക്കുമ്പോൾ, ഞങ്ങളുടെ കുട്ടി മരക്കൊമ്പിൽ നിന്ന് മൂത്രയിക്കാൻ പാടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനിതിൽ ഒരു ഊഞ്ഞാല് കെട്ടിക്കേണ്ട ഇരുന്ന് ആടിക്കാണ്ട് മൂത്രയിക്കും, ഇതെന്താ ചെയ്യാന്ന് ചോദിച്ച മാതിരിയാണ്. മനസ്സിലായോ? ഈ ആലമിനെ കുറിച്ച് തന്നെ ഇതിന്റെ ലക്ഷത്തിലൊന്നുപോലും നമുക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് 18,000 ആലം. ആ 18,000 ആലമും നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്. ആ പറയുമ്പോഴൊക്കെ ഓന്റെ ചുണ്ടിന്റെ കോണിലൊരു പുച്ചച്ചിരിൻ്റെ ഇടം ശ്രദ്ധിക്കണം. അതൊക്കെ ഈ മടവൂരിന്റെ എല്ലാ കറാമത്ത് പറയുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. മടവൂരിനെ അവർക്ക് വലിയ വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല. കാന്തപുരം വിഭാഗത്തെ പുലർത്തണം, അതിന്റെ പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും ഇകഴ്ത്തണം. അതിനും വേണ്ടി ഇവൻ കണ്ടെത്തിയ തുരുപ്പ് ചീട്ട് മാത്രമാണ് ഈ CM മടവൂര്. പക്ഷെ സുഹൃത്തുക്കളെ, കേട്ടു നിൽക്കുന്ന കൗമിന് ഒരു അല്പമെങ്കിലും ഈമാനിന് ഇത് അംഗീകരിക്കാൻ പറ്റുമോ? ശക്തമായി തന്നെ ഇതിനെതിർത്തു. കാന്തപുരം വിഭാഗത്തിലെ തലമുതിർന്ന പണ്ഡിതന്മാർ ഇവന്റെ ഈ പിഴച്ച, വൃത്തികെട്ട, അതപ്പതിച്ച, അങ്ങേയറ്റം ചീഞ്ഞളിഞ്ഞ ഈ വാദത്തെ ശക്തമായി തന്നെ എതിർത്തു. മുദബ്ബിറുൽ ആലം എന്നാണ് ഈ വ്യക്തി പ്രസംഗിക്കുന്നത്. ആ പ്രസംഗിക്കുന്നിടത്ത് ആലം എന്ന് എന്തിനെല്ലാം പറയുമോ അതെല്ലാം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രഭാഷണം തന്നെ കേൾക്കാം. മടവൂർ ശൈഖുനെ പഠിപ്പിച്ചതാണ് അന മുദബ്ബിറുൽ ആലം. ആലം എന്നതിൽ എന്തൊക്കെ പെട്ടോ അതിന്റെ മുദബ്ബിറാണ് ശൈഖ് മടവൂർ. ലോകം എന്ന്, ആലം എന്ന് എന്തിനാണോ പറയുന്നത് അതിന്റെ എല്ലാം മുദബ്ബിറാണ് മടവൂർ, CM മടവൂർ എന്നാണ് പറഞ്ഞത്. പച്ചക്കള്ളാണ് ഇത്. നമ്മുടെ അഖീദയുടെ ഉസൂലുകളോട് തന്നെ യോജിക്കാത്ത കാര്യമാണ്. മഹാനായ തഫ്താസാനി അവിടുത്തെ ശറഉൽ മഖാസിദിൽ ഈ വിഷയം പറഞ്ഞുകൊണ്ട് പറയുന്നു, ഹഖീഖത്തു തൗഹീദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദു അദമി ശരീക് ഫിൽ ഉലൂഹിയത്തി വ ഖവാസിയ. ഉലൂഹിയത്തിനും ഉലൂഹിയത്തിനോട് അനിവാര്യമായി വരുന്ന കാര്യങ്ങളിലും അള്ളാഹു മാത്രമേ ഉള്ളൂ, അതിന് അർഹതപ്പെട്ടവൻ അള്ളയുള്ളൂ, അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കലാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു, വലാ നിസാഅ ലി അഹ്ലിൽ ഇസ്ലാം. മുസ്ലിമീങ്ങൾക്ക് സംശയമില്ല ഫീ അന്ന തദ്ബീറൽ ആലം, ആലമിന്റെ നിയന്ത്രണം, ജിസ്മുകളെ സൃഷ്ടിക്കുക എന്നത്, ഇബാദത്തിന് അർഹതയുണ്ടാവുക എന്ന കാര്യവും, സ്വയം ഉള്ള ഏതൊരു കാര്യവും അതെല്ലാം അത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാകുന്നു. ഇവന്റെ CM മടവൂരിന് കൂടെ അതുണ്ടെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകത എന്ന് പറയോ? മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കൂ, അഖീദയിൽ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇമാമാണ് പറയുന്നത്, ലാ നിസാഅ ലി അഹ്ലിൽ ഇസ്ലാം. മുസ്ലിമീങ്ങൾക്ക് മുസ്ലിങ്ങളാണ് എന്ന് ഇക്കാലം വരെ പറഞ്ഞു വന്ന ഒരു വിഭാഗത്തിനും ഈ വിഷയത്തിൽ സംശയമേ ഇല്ല എന്നാണ്. ഈ ഒരു കൂലി പ്രഭാഷകനെ നമ്മൾ ഏത് കൂട്ടത്തിലാണ് പെടുത്തേണ്ടത് എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. സുഹൃത്തുക്കളെ, ഇതാണ് വിഷയം. മുദബ്ബിർ അള്ളാഹു ആണ് എന്ന കാര്യത്തിൽ ലോകത്തൊരു മുസ്ലിമിന് തർക്കമില്ല. മുസ്ലിമിന് പോയിട്ട് മുശ്രിക്കിന് തർക്കമുണ്ടോ? മക്കയിലെ അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കർക്ക് തർക്കമുണ്ടായിരുന്നോ? പരിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്ത് ഇത് പറഞ്ഞു? ആരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ പറയും. ആരാണ് റിസ്ക് തരുന്നത്? അള്ളാഹു. ആരാണ് മഴ വർഷിപ്പിക്കുന്നത്? അള്ളാഹു. ആരാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും? അള്ളാഹു. മക്കയിലെ മുശ്രിക്ക് പറഞ്ഞിരുന്നതാ. മക്കയിലെ ഒരു മുശ്രിക്കും ലോകം നിയന്ത്രിക്കുന്നത് മുദബ്ബിറുൽ ആലം ലാത്തയാണ്, ഉസ്സയാണ്, മനാത്തയാണ്, ഇബ്രാഹിം നബിയാണ്, ഇസ്മായിൽ നബിയാണ് എന്ന് ഒരു അബൂജഹലും ഒരു മുശ്രിക്കും പറഞ്ഞിട്ടില്ല. അതിനേക്കാൾ പിഴച്ച വർഗ്ഗാണിവൻ. ഈ കുരുവട്ടൂരുകൾ എന്ന് പറയുന്ന 3-4 ദജ്ജാലുകൾ, കുട്ടി ദജ്ജാലുകൾ വരെ നയിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ദജ്ജാലും ഇതിനേക്കാൾ, മക്കയിലെ മുശ്രിക്കിനേക്കാൾ പിഴച്ച, അതപ്പതിച്ച സമൂഹത്തിലെ വേസ്റ്റ്, അത്രത്തോളം വൃത്തികെട്ട വിഭാഗമാണത്. ഏത് മതക്കാരാണെന്ന് ചോദിക്കണത്. മുസ്ലിങ്ങൾക്ക് തർക്കമല്ല ഏത് മതക്കാരാണെന്ന്. ഏത് ജൂതന്റെ അച്ചാരം പറ്റിയിട്ടാണോ ഇവനൊക്കെ പ്രവർത്തിക്കുന്നത്? ഈ മുസ്ലിമിന്റെ വിശ്വാസത്തെ തകർക്കാൻ
മുസ്ലിമിന്റെ ഏറ്റവും വലിയ ആയുധമാണ് അള്ളാഹുവിലുള്ള അവന്റെ അടിയുറച്ച വിശ്വാസം. ആ വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ ഏത് ജൂതന്റെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങിയിട്ടാണ് ഈ കുരുവട്ടൂരികളായ ദജ്ജാലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്? ഇത് അല്പം ഈമാനുള്ള ഏതൊരു മനുഷ്യനും വികാരത്തോടു കൂടി ചോദിക്കുന്ന ചോദ്യമാണിത്. തീർന്നില്ല സഹോദരങ്ങളെ. മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ എല്ലാം പെടാലോ, അർശൊക്കെ പെടാലോ. ആ അർശ്, അള്ളാഹുവിന്റെ സിംഹാസനമായ അർശ്, അത് മടവൂരിന്റെ കയ്യിലാന്നാണ് ഇപ്പം പ്രസംഗിക്കുന്നത്. കേട്ടോക്കി. അർശൊക്കെ എൻ്റെ ഒരു കയ്യിലാണ്, ഭൂമി മാത്രല്ല. ഇതിന്റെ എല്ലാം ഷോർട്ട് വാക്കാണ് മഹാനരായ കുതുബുൽ ആലം ശൈഖുന മടവൂർ. ശൈഖുന പറഞ്ഞതാണ് മുദബ്ബിറുൽ ആലം, ലോകത്തിന്റെ നിയന്ത്രണം എൻ്റെ കയ്യിലുണ്ട്, അർശിന്റെ കയ്യിലുണ്ട്, ഭൂമി എൻ്റെ കയ്യിലുണ്ട്, ഒക്കെയുമുണ്ട്. സുഹൃത്തുക്കളെ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ഹൃദയം വിറങ്ങലിക്കണം. അർഷും കുർസിയൊക്കെ എൻ്റെ ഒരു കയ്യിന്റെ ഉള്ളം കയ്യിലാണെന്ന് മടവൂര് പറഞ്ഞു. മനസ്സിലായോ? എന്താണ് അർഷ്? അള്ളാഹു ആരോഹണം ചെയ്യുന്ന അള്ളാഹുവിന്റെ സിംഹാസനം, അതാണ് അർഷ്. അപ്പൊ അള്ളാഹുവിന്റെ സിംഹാസനമായ, അള്ളാഹു ആരോഹണം ചെയ്യുന്ന, അള്ളാഹു ഇസ്തിവാഹ് ചെയ്യുന്ന ആ അർഷ് മടവൂരിന്റെ കയ്യിലാണെങ്കിൽ, അള്ളാഹു ഇരിക്കുന്ന ആ സിംഹാസനം മടവൂരിന്റെ കയ്യിലാണെങ്കിൽ, അപ്പൊ അള്ളി മടവൂരിന്റെ കയ്യില്, അതാണ് ഇതിനകത്തുക. അർഷ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ഇരിക്കുന്ന സ്ഥലം തന്നെയാണെന്ന് വരെ തല തൊട്ടപ്പന്മാർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അള്ളാഹു ഇരിക്കുന്ന ആ അർഷ് മടവൂരിന്റെ കയ്യിലാണെങ്കിൽ അള്ളാഹു മടവൂരിന്റെ ഉള്ളം കയ്യിലാണ്. ഒരൽപ്പം ഈമാനിന്റെ കണിക മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ, ഇവന്റെ ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ ഈ കുഫർ വിളിച്ചു പറയോ? എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ ഇവന്റെ കഴുത്തിന് മുകളിൽ തല ഉണ്ടാവും അവന്റെ. ഇവിടെ പിന്നെ എന്തു പ്രസംഗിക്കാലോ? തീർന്നില്ല സഹോദരങ്ങളെ. ഇനി അള്ളാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദ്, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ എഴുതി രേഖപ്പെടുത്തി വെച്ച അള്ളാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദ്, അത് തിരുത്താനുള്ള അധികാരം ഈ മടവൂരിന് ഉണ്ട് എന്നാണ് ഈ ദജ്ജാലുകൾ പ്രസംഗിക്കുന്നത്. എന്തിനധികം പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലൗഹുൽ മഹ്ഫൂദ് അടക്കം നോക്കാൻ, വേണമെങ്കിൽ അത് തിരുത്താൻ വരെ അധികാരമുള്ളവരാണ് ശൈഖ് മടവൂർ. ഏതാടോ മതം, ഏതാ ജാതി? മുസ്ലിമാര് പേരുകൊണ്ടും തലപ്പ് മുറിച്ചുകൊണ്ട് ഒരുത്ത മുസ്ലിമാവോ? തന്നെ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ എഴുതി രേഖപ്പെടുത്തി വെച്ച ലൗഹുൽ മഹ്ഫൂദ് തിരുത്താനുള്ള അധികാരം, അതിനുള്ള കഴിവ് മടവൂരിനുണ്ട്. നഊദുബില്ലാ, അല്ലാഹ് കാക്കട്ടെ. ഇവനൊക്കെ ഈ ഭൂമിയിൽ അള്ളാഹ് വിടുണ്ടല്ലോ, തേരാപ്പാര നടക്കാൻ വിടുന്നുണ്ടല്ലോ. അള്ളാഹിന്റെ ഒരു കാരുണ്യം നോക്കാണി. ഒരു കീടം, അള്ളാഹുവിന്റെ ഒരു മനുഷ്യ കീടം, ലജ്ജയില്ലാതെ ഉളുപ്പില്ലാതെ ഒരുത്തം വിളിച്ചു പറയാണ്, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ എഴുതി രേഖപ്പെടുത്തി വെച്ച ലൗഹുൽ മഹ്ഫൂദ് തിരുത്താനുള്ള അധികാരം മടവൂരിനുണ്ട്. അള്ളാഹുവിന്റെ തീരുമാനം, അള്ളാഹ് എടുത്ത തീരുമാനം തിരുത്താനും മാറ്റാനുള്ള അധികാരം അള്ളാഹ്ക്ക് മാത്രമാണ്. ആ മടവൂരെന്നെ അള്ളാഹി കഴിഞ്ഞാൽ പിന്നെ തിരുത്താലോ? മടവൂര് അള്ളേ എന്ന അവലവാദം മടവൂരെന്നെ പറഞ്ഞിട്ടുണ്ട്. എത്ര അനല്ലാഹ് എന്നിട്ട് പറയുക സാധൂകരിക്കാണ്. ആ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എൻ്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ശൈഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ശൈഖുനയുമായി ബന്ധപ്പെട്ട സംഭവം. അനല്ലാഹ് എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ. ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ശൈഖുനാന്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹുവ ഹികായത്തും മിനല്ലാഹ്, ശൈഖുന പറഞ്ഞു. ആലിമിനോടാ മറുപടി. വലിയ ആലിമാണ് ശൈഖുന. രണ്ടാൾക്ക് കാര്യം മനസ്സിലായി, ശാന്തമായി. അപ്പൊ ശൈഖുനാന്റെ ബന്ധുവായ റഷീദ് മുസ്ലിയാരാണ് റാവി. അയാൾ പറഞ്ഞല്ലോ, ശൈഖുന പറഞ്ഞു അനല്ലാഹ്, ഞാനാണ് അള്ളാഹു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ലൗഹുൽ മഹ്ഫൂദ് തിരുത്താലോ? അപ്പൊ അർശും കുർസിയൊക്കെ കയ്യിനുള്ളിലടി വെക്കാലോ? എല്ലാത്തിനും നിയന്ത്രിക്കാലോ? മടവൂരിന്റെ ബന്ധുവായ റഷീദ് മുസ്ലിയാർ പറഞ്ഞത്രേ, മടവൂരിന്റെ ബന്ധുവല്ലേ, തലക്കത്ര വെളിവുണ്ടാവുള്ളൂ. അങ്ങനെ തലക്ക് വെളിവില്ലാത്ത ഏതെങ്കിലും ഒരു കിർക്ക മുസ്ലിയാർ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞു വെച്ചിട്ട് അതൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയലോ തന്നെ? അങ്ങനെ ഒരുത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞോനും അത് കേട്ടോനും അതിന് കൈയടിച്ചോനും പിടിച്ചിക്കാണ്ട് കാൽമ ചങ്ങല കെട്ടിട്ട് ഭ്രാന്താശുപത്രി കൊണ്ടാക്കണം. അതൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയല, ഈ മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിൽ തന്നെ. അപ്പൊ സുഹൃത്തുക്കളെ, ഇനി എന്താണ് ഇവര് മടവൂരിനെ കുറിച്ച് പറയാൻ ബാക്കി? എന്തിനാണ് ഈ പറയണത്? ഇവരെ പുറത്താക്കിയ ഒരു സംഘടന തകർക്കാൻ വേണ്ടിയിട്ട്, വേറെ ഒരു ഉദ്ദേശം ഇതിന്റെ പിന്നിലില്ല. പിന്നെ വേറെ ഉദ്ദേശം, ഇവരെ ഷെയ്ഖായ, ഇപ്പത്തെ ഷെയ്ഖായ കുരുവട്ടൂർ ഹാഫിദിനെ മുദബ്ബിറുൽ ആലം ആക്കണം. ആണ്ട് ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഈ രണ്ട് ഗൂഢ ഉദ്ദേശത്തിന്റെ പേരിലാണ് ഈ പിഴച്ച വിശ്വാസം കേരള മുസ്ലിം സമൂഹത്തിനിടയ്ക്ക് ഇവർ കുത്തിക്കേറ്റിക്കൊണ്ടിരിക്കുന്നത്. മുദബ്ബിറുൽ ആലം, ലോകത്തിനെ മൊത്തം നിയന്ത്രിക്കണം.
ഒരു സെക്കൻഡ് കണ്ണിമ വെട്ടാതെ കൺ തുറന്നിരുന്ന് ലോകത്തിനെ മൊത്തം നിയന്ത്രിക്കണം. ഭാരിച്ച ഉത്തരവാദിത്തമാണ് മടവൂര്. ഏത് മടവൂര്? ഒരു മനുഷ്യന്റെ എല്ലാ ശാരീരിക ദുർബലതകളും ഉണ്ടായിരുന്ന മടവൂർ. ഒരു മനുഷ്യന് എന്തൊക്കെ ദുർബലതകൾ ഉണ്ടാവും അതൊക്കെ അയാൾക്കുണ്ടായിരുന്നു. ഒരു പച്ചയായ മനുഷ്യൻ, ഒരു നാടൻ കാക്ക, ഒരു ബാക്കവി കാക്ക, അയാൾക്ക് തലക്ക് വെളിവില്ലാതായി. ആ മനുഷ്യനാണ് അർഷും കുർസിയും സ്വർഗവും നരകവും സിറാത്ത് പോലും മീസാനും എല്ലാം കോടാനുകോടി ഗോളങ്ങളും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഭൂമിയും കടലും എല്ലാം നിയന്ത്രിക്കുന്നത് ആ മനുഷ്യനാണ്. ഏത് മനുഷ്യൻ? ഞാൻ ഇപ്പൊ പറയണ ഈ മനുഷ്യൻ. കേട്ടോളി. പിന്നെ മൂപ്പരിക്ക് ഈ ലൂസ് മോഷൻ ഉണ്ടായി. ലൂസ് മോഷൻ ഉണ്ടായപ്പോൾ മൂപ്പര് തന്നെ ബാത്റൂമിൽ പോകും, വരും, അവിടെ ഇരിക്കും. രണ്ടാമത് പിന്നെ ബാത്റൂമിലേക്ക് പോകും, പിന്നെയും വരും, പിന്നെ ബാത്റൂമിൽ പോകും. അപ്പോൾ ചെറിയ മമ്മൂദായ കുട്ടിയാജി പറഞ്ഞ് ഇതിൽ എന്തെങ്കിലും മരുന്ന് കുടിക്കേണ്ടതെന്ന്. മരുന്നിൻ്റെ ആവശ്യമില്ല എന്നാണ്. അത് വയറ്റിൽ നിന്നൊരു പോയി കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കും, പിന്നെ അത് ഉണ്ടാവില്ലല്ലോ എന്നാണ്. അപ്പം അത് പറഞ്ഞ് നിൽക്കുന്ന അവിടെ വന്ന് ഇരുന്ന് അപ്പോൾ ഇനി ബാത്റൂമിലേക്ക് പോയപ്പോൾ പിന്നെ ഒരു വന്നപ്പോൾ ആദ്യം ഒരു കുപ്പിയിലുള്ള എന്തോ ഒരു കുപ്പിയുണ്ട്, രസമിഷ്ടം എന്തോ ഒരു സാധനം എന്താണ് വയറ്റിനാണ്. അപ്പോൾ അത് കുറച്ചെന്ത് കുടിച്ചാൽ ഇരുന്നാണ് ഇന്നപ്പം നിൽക്കും തന്നെ. അപ്പം മൂപ്പര് പറഞ്ഞ വർത്താനം ആദ്യം കുടിക്കൂ, എനിക്ക് നിൽക്കും തന്നെ. ആദ്യം ഉള്ളു കുടിക്കേണ്ടി വന്നു ആ മരുന്ന്. പിന്നെ മൂപ്പര് ബാത്റൂമിലേക്ക് പോയിട്ടില്ല. ഞാൻ എത്രയും കൊല്ലം അവിടെ നിന്നതിനെ കൊണ്ടുള്ള അനുഭവമാണ് പറയണേ. ഇത് മടവൂരിന്റെ കൂടെ വർഷങ്ങളോളം സന്തത സഹചാരിയായി നടന്നിരുന്ന ഷാലുക്ക അച്ചങ്ങന്റെ അഭിപ്രായമാണ്. ഇപ്പത് മടവൂരിന് ലൂസ് മോഷൻ, മുദബ്ബിറുൽ വയറിളക്കം, അങ്ങനെ പോവാ, കക്കൂസ് പോവാ വരിക. വയറിളക്കം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും അതിന്റെ അവസ്ഥ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ചെറിയ മമ്മാലി കുട്ടിയാച്ചി പറഞ്ഞിട്ട് ഇങ്ങനെ ലൂസ് മോഷൻ ആയ ശരിയാവൂല. കാരണം ലോകം മൊത്തം നിയന്ത്രിക്കേണ്ട ആളാണല്ലോ. എവിടെ വിമാനാപകടം അത് നിയന്ത്രിക്കണം, കപ്പൽ മുങ്ങാൻ പോകണേ അത് നിയന്ത്രിക്കണം, ട്രെയിന് കൂട്ടിമുട്ടാൻ പോകണേ അത് നിയന്ത്രിക്കണം, ബസ് അപകടം ഉണ്ടാകുന്ന അത് നിയന്ത്രിക്കണം. അങ്ങനെ തുടങ്ങിയിട്ട് ലോകത്തിന്റെ മുക്കിലും മൂലിലും നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ മടവൂരിന് ഇവിടെ കോഴിക്കോട് ഇരുന്നിട്ട് ചെയ്യണം. പുതിയാപ്പളില്ലാത്തവർക്ക് പുതിയാപ്പ ഉണ്ടാക്കി കൊടുക്കണം. കല്യാണം കഴിഞ്ഞ പെണ്ണിനും ചെക്കനും പിന്നെ പള്ളിയിൽ ഉണ്ടാക്കി കൊടുക്കണം. പള്ളിയിലുള്ള പെണ്ണിനെ പെൺകുട്ടിയാണെങ്കിൽ ആണാക്കി കൊടുക്കണം, ആണാണെങ്കിൽ പെണ്ണാക്കി കൊടുക്കണം. ലൗൽ മഹ്ഫൂദ് തിരുത്തണം, ആകാശം നിയന്ത്രിക്കണം, ഭൂമി നിയന്ത്രിക്കണം, നക്ഷത്രങ്ങൾ കൂട്ടിമുട്ടാതെ നോക്കണം, സൂര്യന്റെ ചൂട് നിയന്ത്രിക്കണം. അങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം ചെയ്യേണ്ട ചങ്ങായി ഇങ്ങനെ വയറിളക്കം പിടിച്ചിട്ട് കക്കൂസിൽ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ? ആ മുമ്പിൽ ദശമൂലാരിഷ്ടായിട്ട് ചെറിയ അമ്മാലി കുട്ടിയാച്ചി എടാ ചങ്ങായി വയറിളക്കം ഉണ്ടായ ദശമൂലാരിഷ്ട കൊടുക്കല്, നല്ല കഞ്ഞിനുള്ള ഉപ്പിട്ട് കൊടുക്കുക എന്നല്ലാതെ. അതുപോലെ അറിയാത്ത വന്ന ബുദ്ധികളാണ് ഒപ്പം നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഫുൾ ടൈം കക്കൂസിനുള്ളിൽ ഇരുന്നാൽ ശരിയാവില്ല. ഇവിടെ മുദബ്ബിറുൽ ആലമാണ് ലോകം നിയന്ത്രിക്കണ്ടേ. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഇയാള് മുദബ്ബിറുൽ ആലം പോയിട്ട് മുദബ്ബിറുൽ മൂലം പോലും അല്ല. സ്വന്തം മൂലം നിയന്ത്രിക്കാൻ പറ്റാത്ത ആളല്ല ആലം നിയന്ത്രിക്കണത്. ഏതായാലും മടവൂർ പറഞ്ഞ ഒന്നും വേണ്ട, അത് കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ തൂറാൻ മുട്ടി. അപ്പൊ പാഞ്ഞു കക്കൂസക്ക്. അപ്പൊ ദൂരെ നടക്ക് പോകില്ലെന്ന് മനസ്സിലായി. ആ മുമ്പേ മരുന്ന് എന്ത് നിങ്ങൾ കുടിച്ചാൽ മതി, എനിക്ക് മാറിക്കോളുന്ന്. മുദബ്ബിറുൽ ആലമാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെ മൂലക്കുരു മുതൽ ബ്ലഡ് ക്യാൻസർ വരെ മാറ്റി കൊടുക്കുന്ന ചങ്ങായിയാണ് വയറിളക്കം കൊണ്ട് ഇടങ്ങാറാകണത്. ഇത്തരത്തില് ദുർബലനായ ഒരു മനുഷ്യന്റെ എല്ലാ ശാരീരിക അവശതകളുള്ള മനുഷ്യനാണ് അർഷും കുർസിയൊക്കെ മൂപ്പര കയ്യിന്റെ ഉള്ളിലിട്ടാവും. ആർക്കാ തലക്ക് വെളിവില്ലാതായത്? മടവൂരിനോ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുട്ടിതജാലികൾക്കോ ആർക്കാണോ തലക്ക് വെളിവുള്ളത് ഒന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ? സുഹൃത്തുക്കളെ, ഈ മടവൂരുണ്ടല്ലോ, ഈ മടവൂരിൽ മരിച്ചതിന് ശേഷം കുത്തുബാണ്. മുദബ്ബിറുൽ ആലമാണ് ഇപ്പോഴും. കുത്തുബുൽ ആലമാണ്. കുത്തുബുൽ ആലം എന്ന് പറഞ്ഞാലും മുദബ്ബിറുൽ ആലം പറഞ്ഞാലും ഒക്കെ ഒന്നെ സംഗതി ഒന്നെ. ഇയാൾ ജനിക്കണതിന് മുമ്പും കുത്തുബായിരുന്നു, ജനിച്ചിവിടെ ജീവിച്ചിരുന്ന കാലത്തും കുത്തുബായിരുന്നു, ഇപ്പൊ മരിച്ചതിന് ശേഷം കുത്തുബാണെന്ന് പറയുന്നത്. കാരണം ഈ മടവൂരിന്റെ സംഗതികൾ കറാമത്തുകൾ ലൈവായിട്ട് ഇങ്ങനെ ഈ മടവൂർ മാനിയ എന്നുള്ള ഈ പിരാന്തുണ്ടല്ല, ഇത് ലൈവായിട്ട് ഇങ്ങനെ നിലനിർത്തണം പോലിക്ക്. അപ്പോഴെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പൊ മടവൂർ ഇപ്പോഴും കുത്തുബാണ്. ജനിക്കണതിന് മുമ്പും കുത്തുബായിരുന്നു, ജനിച്ചതിന് ശേഷം കുത്തുബാണ്, ഇപ്പോഴും കുത്തുബാണ്. കേട്ടോളി. ശൈഖുനാ മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരൊക്കെ കുൻത അബല്ലി വലി ഈ ആലമിൽ വജൂദാകുന്നതിന്റെ മുമ്പും ഇവിടെ ഉള്ളപ്പോഴും അതിന് ശേഷവും അവർ കുത്തുബുൽ ആലമാണ് എന്നും അല്ലാഹുവിന്റെ നൂറാനിയത്തിൽ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഹദറത്താണ് ശൈഖുനാ. സുഹൃത്തുക്കളെ, എന്തൊക്കെയാണ് ഈ പറയണത്? ആലം വജൂദാകുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ ആലം ഉണ്ടാകുന്നതിന് മുൻപ് മടവൂർ ഇവിടെ കുത്തുബാണ്. അപ്പൊ അള്ളാന്റെ കൂടെ മടവൂരുണ്ട്. ഇതാണ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ ആകെത്തുക. മടവൂർ അന്നും കുത്തുബാണ്. പിന്നെ മടവൂർ ഇങ്ങനെ ഒരു മനുഷ്യക്കോലായിട്ട് ഇങ്ങനെ ഒരു എല്ലുന്തിയ കോലായിട്ട് ഇങ്ങനെ ജനിച്ചല്ലോ, ഇവിടെ വളർന്നല്ലോ, അന്നും കുത്തുബാണ്. മടവൂർ ഒടുങ്ങിയതിന് ശേഷം മൂപ്പര് ഇപ്പോഴും കുത്തുബാണ്. മൂപ്പര് എല്ലാ കാലത്തും മൂപ്പര് കുത്തുബ തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ വേറെ ആൾക്കാർ കുത്തുബായിട്ടുണ്ടോ? അതുകൊണ്ട് അതും പറയുന്നുണ്ട്. എന്നാ ഇവരെന്നെ പറഞ്ഞിട്ടുണ്ട് ഒരേ സമയത്ത് രണ്ട് കുത്തുബ് പാടില്ല എന്നുള്ളത്.
ഇവർക്ക് ഈ കള്ളും കഞ്ചാവും അടിച്ച് കണ്ട് തലയിൽ കയറിയിട്ട് ഇങ്ങനെ കിറങ്ങി നടക്കുന്ന ചില ആൾക്കാർ ഇങ്ങനെ വായി തോന്നിയത് വിളിച്ചു പോലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ മടവൂർമാനി അങ്ങോട്ട് തലയിൽ കയറിയിട്ട് പിന്നെ മൈക്ക് മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് തോന്നിയാസാണ് ഈ വിളിച്ചു പറയേണ്ടതെന്നുള്ളൊരു ബോധം ഈ ഹംകിങ്ങൾക്കില്ല. ഇതാണ് സത്യം. അങ്ങനെ ആകുമ്പോൾ ഒരിക്കൽ പറഞ്ഞത് വേറെ സമയത്ത് എതിരായിട്ട് വരും, അപ്പൊ അതിനെതിര് പറയും. അപ്പൊ ആദ്യം പറഞ്ഞ് ഇതിനെതിരാണെന്ന് ആലോചിക്കൂല. ഇതിങ്ങനെ പറഞ്ഞപ്പോഴാണ് ഒരു തടസ്സം വന്നത്. എന്ത്? ഓരോ കാലത്തും ഇത് മടവൂരിന്റെ ശേഷം ഇപ്പോൾ ഒരു കുത്തുബുമാണല്ലോ, ഒരു മുദബ്ബിറുലാലമാണല്ലോ. ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടല്ലോ ഒരുത്തനെ, കുത്തുബുല്ലാലമും മുദബ്ബിറുലാലമും ആക്കാൻ പറ്റിയ ഒരുത്തനെ ഞങ്ങളെ കൂട്ടത്തിൽ ഇങ്ങനെ കുളിപ്പിച്ച് ഇങ്ങനെ കുട്ടപ്പനാക്കി ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ പൗഡറൊക്കെ ഇട്ട് ഇങ്ങനെ കൺമഷൊക്കെ എഴുതി കൊടുത്ത് നല്ല കുട്ടപ്പനാക്കി ഇവിടെ നിർത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ ഓന് കുത്തുബുല്ലാലം ആകണല്ലോ. ആകണമെങ്കിൽ മടവൂരിന്റെ കുത്തുബുല്ലാലം പട്ടം എടുത്ത് ഒഴിവാക്കണം. അപ്പൊ ഇവിടെ അടുത്ത പത്ത് വന്ന് ഓരോ കാലത്തും ഹയാത്തിലുള്ള ആളായിരിക്കും കുത്തുബ്. പിന്നെ കേട്ടോളി, കുത്തുബുൽ ആലം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് മാത്രമുള്ളതല്ല. അൽ കുത്തുബ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് മാത്രമുള്ളതല്ല. അൽ ഇൻസാനുൽ കാമിൽ, ലോകത്തിന്റെ തുടക്കം മുതൽ അന്ത്യനാൾ വരെ അവിടെ നിന്ന് അങ്ങോട്ടുമുണ്ട് അൽ ഇൻസാനുൽ കാമിൽ. ആരാണോ ഹയാത്തിൽ ദുനിയാവിലുള്ളത് അവർക്കാണ് അതിന്റെ ഡ്യൂട്ടി. അത് ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അവർ അത് ചെയ്തിട്ടുണ്ട്. ആ വഴിയിൽ നമ്മുടെ കാലഘട്ടത്തിൽ മഹാനരായ ശൈഖുന അത് നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് ആ പറഞ്ഞ്. ശൈഖുനാക്ക് മുമ്പ് ആ ഖദമിൽ ആ വഴിയിൽ ആരാണോ അവരുണ്ട്, ശൈഖുനാന്റെ ശേഷവും ആ ഖദമിൽ ആരാണോ അവരുണ്ട്. അപ്പൊ ഓരോ കാലത്തും ഹയാത്തിലുള്ള ആളാണ് കുത്തുബുൽ ആലം. അപ്പൊ മടവൂർ കുത്തുബുൽ ആലമല്ല, കാരണം മടവൂർ ഇപ്പൊ ഹയാത്തിലല്ലോ, സാധനം ഒടുങ്ങിപ്പോയല്ലോ. അപ്പൊ ഇപ്പൊ ഹയാത്തിലുള്ള ആളായിരിക്കും കുത്തുബുൽ ആലം. അപ്പഴ ചങ്ങായി എൻ്റെ ഒപ്പം നടക്കണം മറ്റോണ്ടല്ലോ, പാച്ചും കോവാലെന്ന് പറഞ്ഞ മാതിരി എൻ്റെ ഒപ്പം നടക്കണം മറ്റേ കോവാലൻ. ഓനല്ല ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞത് മടവൂര് ജനിക്കണതിന് മുമ്പും ആലം വുജൂദാകണതിന് മുമ്പും മടവൂര് കുത്തുബുൽ ആലമാണ്. മടവൂര് ജീവിച്ചിരിക്കുന്ന കാലത്ത് മൂപ്പരന്റെ കുത്തുബുൽ ആലം, മടവൂര് ഒടുങ്ങിയതിന് ശേഷം മൂപ്പരാണ് കുത്തുബുൽ ആലം എന്ന് പോനല്ലേ പോയി പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ ഇപ്പോഴും മടവൂരാളെ കുത്തുബുൽ ആലം. അപ്പൊ വേറൊരു കുത്തുബുൽ ആലമത്തിന് അവിടെ സ്പേസ് ഇല്ലല്ലോ, അപ്പൊ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ആളെ കുത്തുബുൽ ആലമാക്കാൻ പറ്റൂല. അപ്പൊ പറഞ്ഞതാണ് ഓരോ കാലഘട്ടത്തിലും ഹയാത്തിലുള്ള ആൾ ആരാണോ അവരാണ് ഓരോ കാലഘട്ടത്തിലെയും കുത്തുബുൽ ആലം. അല്ലാഹു അക്ബർ. കൗമ് തക്ബീറിൽ കൊടുത്തിട്ടുണ്ടാവും. എന്ത് പറഞ്ഞാലും തക്ബീറാണല്ലോ കൗമിന്. അങ്ങനത്തെ ഒരു എരണം കെട്ട കൗമ്. ഇവനെ പോലത്തെ ആൾക്കാരുടെ മുമ്പിലിരിക്കുന്ന ഈ കൗമിനെ പോലെ എരണം കെട്ടൊരു കൗമ് ലോകത്ത് വേറെ എവിടെ ഉണ്ടാവൂ? അതും പാസ്സാക്കി കൊടുത്തു. മറ്റവൻ പറഞ്ഞു ശരി തന്നെ, ഇജ്ജ് പറഞ്ഞു ശരി തന്നെ, ഇനി മൂന്നാമൻ പറയാൻ നിൽക്കുള്ളൂ ശരി തന്നെ, ഒക്കെ ശരി തന്നെ. ഇത് കുത്തുബുല്ലാലം എന്ന് പറഞ്ഞാലും മുദബ്ബിറുൽ ആലം പറഞ്ഞാലും ഒന്നാണ്, ഏകദേശം ഒന്ന് തന്നെ. അപ്പൊ മുദബ്ബിറുൽ ആലത്തിന്റെയും അവസ്ഥ തന്നെയാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ മുദബ്ബിറുൽ ആലം. മടവൂരിന് മുമ്പ് ആരാണോ ആ ഖദമിൽ ഉണ്ടായിരുന്നത് അതാണ് അന്നത്തെ മുദബ്ബിറുൽ ആലം. മടവൂരിന് ശേഷം ആരാണോ ആ ഖദമിൽ നിലനിൽക്കുന്നത് അതാണ് ഇന്നത്തെ മുദബ്ബിറുൽ ആലം. അതാരാകുന്നു? അത് നമ്മുടെ മഹാനായ ശൈഖുനയാകുന്നു. ഏത് ശൈഖുന? കുരുവട്ടൂർ ഹാഫിള്. അതിനാണ് ഈ കളി മുഴുവനും കളിക്കുന്നത്. ആ ചെങ്ങായെന്ന് മുദബ്ബിറുൽ ആലമാക്കാൻ വേണ്ടിയിട്ട് ഈ എരണം കെട്ട കളി മുഴുവൻ കളിക്കുന്നത്. അതിനാണ് ഈ കാന്തപുരം ഗ്രൂപ്പിൽ ഇപ്പം ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അത് അംഗീകരിച്ചു കൊടുക്കാത്തതിന്റെ പേരിലാണ് കാന്തപുരം ഗ്രൂപ്പിനോട് പിന്നുള്ള പക. മനസ്സിലായോ? കാന്തപുരം ഗ്രൂപ്പിലെ നേതാക്കന്മാർ ഇത് ആദ്യമേ തിരിച്ചറിഞ്ഞ് മുളയിലേ നുള്ളാൻ ശ്രമിച്ചു. ഇവരൊക്കെ പിടിച്ച് പുറത്തേക്കാക്കി. ഈ കുരുവട്ടൂർ ഹാഫിള് എന്ന് പറഞ്ഞ ഓനെ ഏതോ ഒരു പരിപാടിക്ക് ദ്വാ ചെയ്യാൻ വേണ്ടി സ്റ്റേജിൽ വിളിച്ചില്ല എന്നുള്ളിടത്തുനിന്നാണ് ഈ ഭിന്നിപ്പ് തുടങ്ങുന്നത്. കാരണം ഓനങ്ങനെ കുത്തുബുല്ലാലമാകാൻ പോയിട്ട് മുദബ്ബിറുൽ ആലമാകാൻ പോയിട്ട് ഓനെ ഒരു മുസ്ലിം ആകാനുള്ള ക്വാളിറ്റി പോലും ചെയ്യാൻ ഓർക്ക് തിരിച്ചറിഞ്ഞു. അതിന് തന്നെ ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം ഇന്ന് ഓരോ കാലഘട്ടത്തിലും മടവൂരിന്റെ ആ ഖദമിൽ ഉണ്ടായിരുന്ന ആൾ അവരാണ് അന്നത്തെ മുദബ്ബിറുൽ ആലം. അങ്ങനെ നോക്കുമ്പോൾ മടവൂർ ഇപ്പോൾ മുദബ്ബിറുൽ ആലമല്ല. പിന്നെ ഇപ്പോൾ ആരാണ് മുദബ്ബിറുൽ ആലം? ആ തസ്തിക ഒഴിഞ്ഞു കിടക്കുന്നില്ല. അത് നമ്മുടെ മഹാനായ ശൈഖുനയാണ് മുദബ്ബിറുൽ ആലം. ഇത് നമ്മൾ പറയല്ല, കാന്തപുരം ഗ്രൂപ്പിൽ അറിയപ്പെട്ട പണ്ഡിതന്മാരെന്ന് പറയുന്നുണ്ട്. ഈ കുരുവട്ടൂർ ഹാഫിളിനെ മുദബ്ബിറുൽ ആലമാക്കാനുള്ള നാടകമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേട്ടോളി. എല്ലാത്തിനും കൈവിട്ട് ഔലിയാക്കളെ പറ്റി പറയുന്നതിനാ, ഷേഖ് മടവൂരിനെ കുറിച്ചൊക്കെ പറയുന്നതിനാ. ഇനി അദ്ദേഹം മഹാനവറുകളുടെ കദമിലായിട്ട് ഇനി വരാനുള്ളത് ആരാണ്? ഈ കുരുവട്ടൂരിലെ ഷെയ്ഖാണ്. ഇനി അയാൾ മുദബ്ബിറുൽ ആലമാന്ന് പറയും. അത് നമ്മളൊക്കെ സമ്മതിച്ചു കൊടുത്താൽ കാര്യം തീർന്നു. അപ്പൊ ഇതാണ് ഇതിലേക്കുള്ള പുറപ്പാടാണ്. ഇതാണ് സുഹൃത്തുക്കളെ ഇവിടുത്തെ പ്രശ്നം. ഇവരിടയിലും തമ്മിലുണ്ടായ പ്രശ്നം ഇതാണ്. ഈ കുരുവട്ടൂർ ഹാഫിൾ എന്ന് പറഞ്ഞ ഇച്ചങ്ങായുണ്ടല്ല, ഓനെ മുദബ്ബിറുൽ ആലമാക്കണം. അത് കാന്തപുരം ഗ്രൂപ്പ് സമ്മതിച്ചു കൊടുക്കണം. അത് സമ്മതിച്ചു കൊടുക്കാത്തതിന്റെ പേരിലുള്ള പൊട്ടലും ചീറ്റലുമാണ് ഈ തെരുവുകളിൽ കയറി ഇവലീന്ന് ഇറങ്ങണത്.
അതിനു വേണ്ടിയിട്ടാണ് ദീനിന്റെ അടിത്തറ തകർക്കുന്ന സകല കുഫറിന്റെയും ഷിർക്കിന്റെയും സകല പിഴച്ച വാദങ്ങളും ഇവർ സമൂഹത്തിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു മരിച്ചു പോകണമെന്നുള്ള ചിന്തല്ലല്ലോ. അല്ലെങ്കിൽ ഒരു ഈമാന്റെ കണി കണ്ടെങ്കിൽ ഇത് പറയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ് സുഹൃത്തുക്കളെ. നട്ടപ്പാതിരൊക്കെ വീടിന്റെ ടെറസിന്റെ മുകളിൽ കയറിയിട്ട് ഒരു പായിട്ടിട്ട് മലർന്നു കിടന്നിട്ട് ആകാശത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് നേരം ചിന്തിച്ചു നോക്ക്. ഈ കാണുന്ന കോടാനുകോടി നക്ഷത്രങ്ങൾ, അവയുടെ സൗന്ദര്യം, അവയുടെ സൃഷ്ടിപ്പ്, അവയുടെ സഞ്ചാരം, അവയുടെ നിലനിൽപ്പ്, അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാവും നമുക്ക്. ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഈ 33 കൊല്ലം മുമ്പ് കോഴിക്കോട് നിന്ന് മരിച്ചുപോയ CM മടവൂരി എന്ന വ്യക്തിയാകുന്നു. അതിനുശേഷം നമ്മുടെ മഹാനായ കുരുവട്ടൂർ ഹാഫിളാകുന്നു എന്ന് പറയണമെങ്കിൽ ഇടോ ചെങ്ങായി ചത്തു പോകേണ്ടി വരും, ചത്തു തൊലയേണ്ടി വരും എന്നുള്ള ചിന്തയിലോ എനിക്കൊന്നും. ഈജോ ചത്തുപോകാൻ തീരുമാനിച്ചു, കാഫറായി നശിച്ചൊടുങ്ങാൻ തീരുമാനിച്ചു, അങ്ങനെ പോയിക്കോ. പക്ഷെ എന്തിനാണോ കേവലം പടലപ്പിണക്കത്തിന്റെ പേരിൽ, കേവലം ഗ്രൂപ്പിന്റെ പേരിൽ, കേവലം സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ ഈ സമുദായത്തിന്റെ ഈമാൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? എന്തിനാണിത്? ഏത് ജൂതനാടോ അനക്കൊക്കെ അണ്ണാക്കൊക്കെ അച്ചാരം തിരികെ തരണത്? സുഹൃത്തുക്കളെ, ഭീകരമാണ് വിഷയം, ഗൗരവമാണ് വിഷയം. ഇതൊന്നും വെറുതെ ആരോപണിട്ട് പറയല്ല. കുരുവട്ടൂര് ഹാഫിളാകുന്ന ജീവിച്ചിരിക്കുന്ന ബല ഖോജണ്ടല്ലോ, ഓന മുദബ്ബിറുൽ ആലമാണ്, ഓനാണ് ഇപ്പൊ ലോകം നിയന്ത്രിക്കുന്ന പല വാദം ഇവര് പറഞ്ഞു കഴിഞ്ഞു. കേട്ടു നോക്കിങ്ങള്. മടവൂർ ശൈഖുനായുടെ പിൻഗാമിയായ അതേ കദമിൽ നിന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ എത്ര പേർക്ക് മക്കളെ കൊടുത്ത് ഈ സദസ്സ് തന്നെയല്ലോ. കാലങ്ങളായി മക്കളില്ലാതെ കണ്ണീരും കഷ്ടപ്പാടുമായി കഴിഞ്ഞ എത്ര ആളുകൾക്ക് ഒരു സിയാറത്ത് യാത്രയിൽ രണ്ടാം മദീനയുടെ കരിയർ ഷരീഫിന്റെ ഭാഗത്തേക്കൊക്കെയും ഒരു വലിയ സംഘം, അതിൽ കൂടുതലും മക്കളില്ലാത്ത ആളുകളെ മാത്രം തിരഞ്ഞെടുത്തു വർഷങ്ങൾക്കപ്പുറം ഒരു യാത്ര പോയി. അതിൽ മക്കളില്ലാതെ വന്ന എല്ലാ ആളുകൾക്കും ആ യാത്രയിൽ മക്കൾ എഴുതി കൊടുത്തു. ഒരാൾക്ക് മാത്രം കിട്ടിയില്ല. അയാൾക്ക് കിട്ടിയില്ല. അയാളോട് സുഖാനേരി ചോദിച്ചപ്പോ ഒരു വസവാസ് വന്നു. അതൊക്കെ ഇപ്പൊ ഇവിടെ നടക്കുമോ? അത് പിന്നെ നടക്കൂല. അക്കേസ് പിന്നെ നടക്കൂല. മാപ്പ് ചോദിക്കലില്ലാതെ രക്ഷയില്ല. മറിച്ച് അത് ഒരു സംഭവമല്ല, അങ്ങനെ പല സംഭവങ്ങളുമുണ്ട്. അല്ലാഹു അവിടുത്തെ ദർജകൾ ഉയർത്തുമാറാവട്ടെ. കേട്ടല്ലോ സഹോദരങ്ങളെ, മടവൂർ ചൈക്കുനാന്റെ പിൻഗാമിയായി ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന നമ്മുടെ ചൈക്കുന മുദബ്ബിറുൽ ആലം. ആ ചൈക്കുനാന്റെ പ്രധാന ക്വാളിറ്റി എന്താ? മക്കളില്ലാത്തവർക്കൊക്കെ മുമ്പ് മക്കളുണ്ടാക്കി കൊടുക്കും. അതുള്ള സകല കപട ആത്മീയ നേതാക്കന്മാരും പ്രധാന കലാപരിപാടി മക്കളില്ലാത്തവരെ കുറിച്ച് മക്കളുണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും ഒരു സുഖമായി, ഒരു സംതൃപ്തിയായി, മക്കളില്ലാത്തവർക്ക് മക്കളുമായി. അങ്ങനെ ചൈക്കുന വർഷങ്ങൾക്ക് മുൻപ് ഒരു അജ്മീർ സിയാർത്ത് യാത്രയിൽ, ആ യാത്രയിൽപ്പെട്ട എല്ലാ മക്കളില്ലാത്ത എല്ലാവരെയും മാറ്റി നിർത്തി അവിടെ തെരഞ്ഞെടുത്തു. എന്നിട്ട് എല്ലാവരും പിടിച്ച് മക്കളുണ്ടാക്കി കൊടുത്തു വന്നു എല്ലാവർക്കും. അതിൽപ്പെട്ട ഒരാള് ഇപ്പം ഇതിനല്ലല്ലോ ഇവിടെ വന്ന ഈ പരിപാടി ഇപ്പം എന്താ ഒരു സുഖമില്ലാത്ത പരിപാടിയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മക്കളെ കിട്ടിയില്ല. ബാക്കിയുള്ളതൊക്കെ ചൈക്കുന മക്കളുണ്ടാക്കി കൊടുത്തു. അങ്ങനെ എല്ലാവരും പിടിച്ച് മക്കളുണ്ടാക്കി കൊടുത്ത ഈ ചൈക്കുനുണ്ടല്ലോ, ഇവനാണ് ഇന്നത്തെ മുദബ്ബിറുൽ ആലം. ഇവനാണ് അത്രന്ന് ലോകം നിയന്ത്രിക്കുന്നത്. മനസ്സിലായോ? അതിനു വേണ്ടിയിട്ടാണ് ഈ പരിപാടി മുഴുവനും ഈ വഷളന്മാർ, ഈ ജൂതചാരന്മാർ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉണങ്ങിത്തൊലിഞ്ഞവനെന്ന് പിടിച്ച് മുദബ്ബിറുൽ ആലമാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനാ മുദബ്ബിറുൽ ആലം? ആ മുദബ്ബിറുൽ ആലത്തിനെ കാണണ്ട നിങ്ങൾക്ക്? മുദബ്ബിറുൽ ആലം ഒരു ഗാനമേള സദസ്സിൽ പങ്കെടുക്കുന്നു. കണ്ടോളി. Masuk ke Satya, Madhurya Satya.
സുഹൃത്തുക്കളെ, ഇതാണ് ഒരു ആത്മീയ സദസ്സ്. മനസ്സിലായോ? ഇസ്ലാം ഹറാമാക്കിയ വാദ്യോപകരണങ്ങളോട് കൂടിയ മ്യൂസിക്, എന്നിട്ട് അതിന്റെ അകമ്പടിയോട് കൂടിയുള്ള പാട്ട്, ആത്മീയ സദസ്സ്. ആ ആത്മീയ സദസ്സിന്റെ മുന്നിൽ തന്നെ ഒരുത്തരുകളുണ്ട്. നിങ്ങൾ തലയിൽ കെട്ടി താടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് അങ്ങനെ തവളക്കുട്ടിനെ നോക്കണ നീർക്കോലിന്റെ വരി ഇങ്ങനെ സ്റ്റേജൊക്കെ തുറക്കാൻ നോക്കണ സാധനം ഉണ്ടല്ലോ, ഓനാണ് കുരുവട്ടൂർ ഹാഫിള്, ഓനാണ് മുദബ്ബിറുൽ ആലം, ഓനാണ് ഇപ്പൊ ലോകം നിയന്ത്രിക്കുന്നത്. ഈ ലോകം മാത്രല്ല, ഞാൻ ഒടുങ്ങിയ സംഭവം പറയും, 11,000 ആലമ് നിയന്ത്രിച്ചിരുന്നത് ഞങ്ങളുടെ കുരുവട്ടൂർ ഹാഫിളാകുന്നു. ക്ലിപ്പാക്കിക്കോ ആണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു ലജ്ജയില്ല, യാതൊരു ഉറപ്പില്ല, തൊലിക്കട്ടി കുറച്ച് കൂടുതലാണ് ഞങ്ങൾക്ക്, ക്ലിപ്പാക്കിക്കോ. ഓനാണ് ലോകം നിയന്ത്രിക്കുന്നത്. 11,000 ആലം നിയന്ത്രിക്കുന്നതും ഓനാണ് എന്നുള്ളത് ഓൻ ഒടുങ്ങിയ ശേഷം ഓൻ അനുയായി കഴിഞ്ഞ് പറയും. എന്തൊരു ദുരന്താണ് ഈ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ മതപണ്ഡിതന്മാരാണ്, മഹാന്മാരാണ്, ഇവരൊക്കെ ഔലിയാക്കളാണ്. ഇവരൊക്കെ ഇതാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാം. മനസ്സിലായോ? ഈ ഗൂഢോദ്ദേശം, ഈ കുരുവട്ടൂർ ഹാഫിദിനെ മുദബ്ബിറുൽ ആലമാക്കലാണ് ഇവരുടെ ലക്ഷ്യം എന്ന് തിരിച്ചറിഞ്ഞ ഈ കാന്തപുരം വിഭാഗം വളരെ നേരത്തെ വിലക്ക് പിടിച്ചു പുറത്ത് വിട്ട് അതിന്റെ ചൊരുക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാന്തപുരം ടീം മുഷാവറ കൂടി സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വർഷങ്ങൾക്ക് മുൻപ് മൂപ്പരുടെ വോയിസിൽ തന്നെ, മൂപ്പരുടെ ശബ്ദത്തിൽ തന്നെ പറഞ്ഞ ഗുരുപയച്ചോലാണ്. കേട്ടോളി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുഷാവറയിലൊരു ഉസ്താദന്മാരോട് നേതാക്കന്മാരോട് ഒരു സംശയം ചോദിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുമ്പ് തീരുമാനിച്ച തീരുമാനമാണ് കുരുവട്ടൂർ ഹാഫിദ് അബ്ദുൽ ഹക്കീമിനെ സംബന്ധിച്ച് ഏകകണ്ഠമായൊരു തീരുമാനം എടുത്തതായിരുന്നു. പക്ഷേ ഉസ്താദ് അതെല്ലാം പല സ്ഥലങ്ങളും പ്രസംഗിക്കുന്നത് അത് പിന്മണിയും പേരോണ്ടെയും ഒരു ഗൂഢതന്ത്രമായൊരു പരിപാടിയാണ്. ഏകകണ്ഠമായ തീരുമാനമല്ല. നേതാക്കന്മാരിൽ പല ആളുകളും എപിസ അടക്കമുള്ള ആളുകൾ അത് ഞങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തിരിക്കുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി സമസ്തയുടെ തീരുമാനവും ഉസ്താദന്മാരുടെ മറുപടിയാണ് നമുക്ക് ആവശ്യപ്പെടുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശക്തിയും വളർച്ചയും ഉള്ളത് തന്നെ അൽഹംദുലില്ലാ ഈ കാലം അത്രയും ഏകകണ്ഠമായ തീരുമാനമല്ലാതെ സമസ്തയിൽ എടുത്തിട്ടില്ല. ഒരു വിഷയത്തിലും എടുത്തിട്ടില്ല. എടുത്തത് തിരുത്തി പറയുകയോ മാറ്റി പറയുകയോ ചെയ്യേണ്ടി വന്നിട്ടും ഇല്ല. അതാണ് സമസ്തയുടെ വളർച്ച. നൗഷാദ് അഹ്സനി എന്ന് പറയപ്പെടുന്ന ആൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ഏകപക്ഷീയമായ തീരുമാനമോ ചില വ്യക്തികൾക്ക് വേണ്ടിയുള്ള തീരുമാനമോ ആണ് കുരുവട്ടൂർ ഹാഫിദിനെ സംബന്ധിച്ച് എടുത്തതെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. ഞങ്ങളെടുത്ത തീരുമാനം എല്ലാവരും ഏകകണ്ഠമായ തീരുമാനമാണ്. അദ്ദേഹത്തിൽ നിന്ന് ശരീഅത്തിന് വിരുദ്ധമായ പല വാക്കുകളും പ്രവർത്തനങ്ങളും കണ്ടെത്തിയതുകൊണ്ട് അദ്ദേഹവുമായി വിട്ടുനിൽക്കേണ്ടതാകുന്നു എന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൽ യാതൊരു ഇളവും ഇല്ല, യാതൊരു മാറ്റവും ഇല്ല. അത് പൊന്മളയോ ഞാനോ സയ്യിദ് അലി ബാഫക്ക തങ്ങളോ അതല്ലെങ്കിൽ കോട്ടൂർ കുഞ്ഞമ്മൂസ്ലിയാരോ ഖലീൽ തങ്ങളോ മറ്റേതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ റയീസുൽ ഉലമ സുലൈമാൻ മുസ്ലിയാരോ അങ്ങനെ ഒരു വ്യക്തിയുടെ അഭിപ്രായമോ അഭിപ്രായത്തിനെതിരോ ഒന്നും അല്ല, ഏകകണ്ഠമായി തന്നെയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. യാതൊരു സംശയവും അതിൽ ഇല്ല. സുഹൃത്തുക്കളെ, ഇതാണ് പ്രശ്നം. ഈ കുരുവട്ടൂർ ഹാഫിദിനെതിരെയും ഈ നൗഷാദിനെതിരെയും അവരുടെ ആ വഴിപടച്ച ആദർശങ്ങൾക്കെതിരെയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാന്തപുരം നിലപാടെടുത്തതാണ്. ഇത് കാന്തപുരം അസുഖമായി ഹോസ്പിറ്റലിൽ കിടക്കുന്നതിനൊക്കെ എത്രയോ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണിത്. അപ്പൊ ഈ കുരുവട്ടൂർ ഹാഫിദും ആ സംഘവും അവരുടെ ഭാഗത്തുനിന്ന് ശരീഅത്തിന് വിരുദ്ധമായിട്ട് പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്കെതിരെ നടപടിയെടുത്തത്. ആ നടപടി എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായെടുത്ത നടപടിയല്ല, എല്ലാവരും കൂടി കൂടിയെടുത്ത തീരുമാനമാണ് എന്നാണ് കാന്തപുരം മുസ്ലിയാർ പറയണത്. കാന്തപുരം മുസ്ലിയാർ പറഞ്ഞാൽ പിന്നെ ഇവർക്ക് തള്ളിക്കളയാൻ പറ്റൂല. കാന്തപുരം മുസ്ലിയാർ ഒരു ടീമിനെ കുറിച്ച് പഴച്ചതാന്ന് പറഞ്ഞാൽ പഴച്ച തന്നെ. ആ വിശ്വാസം കുരുവട്ടൂരികൾക്കുണ്ട്. കാന്തപുരം അങ്ങനെ വെറുതൊന്നും പടായി പറയുന്ന ആളല്ല എന്നാണ് കുരുവട്ടൂരുകളുടെ വിശ്വാസം. കാന്തപുരം എന്ന് പറഞ്ഞാൽ കൃത്യമായി ഔലിയാക്കളുടെ അടുത്ത് പോയി മുഷാവറ നടത്തി എന്ത് കാര്യം ഔലിയാക്കളുടെ അടുത്ത് പോയിട്ട് ചോദിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം ഒരു കാര്യം പ്രവർത്തിക്കുന്ന ആളാണ് കാന്തപുരം എന്ന് ഇവർ പഠിച്ചു പ്രസംഗിച്ചിട്ടുണ്ട്.
ഈ കാന്തപുരത്തിന്റെ ഈ പ്രസ്താവനയൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവർ കാന്തപുരത്തിന് പൊക്കി പറയുന്നത് കേട്ടോ നിങ്ങൾ. ഞങ്ങൾക്ക് ഉസ്താദിനോടുള്ള മഹബത്തിന്റെ മാനദണ്ഡം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഇന്നും മശായിഖന്മാരെ സ്നേഹിച്ച് അവരെ അരുപറ്റി അവരെ ഹളറത്തിൽ പോകുന്നു, അവരുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ആണ് മടവൂർ ശൈഖുനായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചു. ശൈഖുനായോടുകൂടെ അവസാനിപ്പിച്ചില്ല. ശൈഖുനായുടെ വഫാത്തിന് ശേഷം ആ ശൈഖുന ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ഞാൻ അവരെ വലിയാക്കിയിരിക്കുന്നു എന്ന് മടവൂർ ശൈഖുന പറഞ്ഞ, ഞാൻ കിടക്കുന്ന സിയം അവർ നടക്കുന്ന സിയം എന്ന് മടവൂർ ശൈഖുന പറഞ്ഞ ആ ഹളറത്ത് ഇന്നും ജീവിച്ചിരിക്കുന്ന സാഹിബുൽ വഖായ മഹാനുഭാവന്റെ ഹളറത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും പോവാ AP ഉസ്താദ്. മൈസൂർക്കാണെങ്കിൽ മൈസൂർക്ക് പോവാ, ഇരിക്കുക. നീണ്ട 8 മണിക്കൂർ സമയം വന്യരായ ഞങ്ങളെ ഉസ്താദ് ആ മഹാന്മാരെ ഹളറത്തിൽ പോകുന്നു, ഇരിക്കുന്നു. അവരെന്താണോ പറയുന്നത് അതനുസരിച്ച് ഒരുപാട് പരിമിതികൾ ഉണ്ടെങ്കിലും പരമാവധി അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഉസ്താദ് പിടിച്ചു നിൽക്കുന്നു. അപ്പൊ ഇവർക്ക് കാന്തപുരം മുസ്ലിയാരോടുള്ള മഹബത്തിന്റെ മാനദണ്ഡമാണ് ഈ പറയണത്. എന്താണ് മഹബത്തിന്റെ മാനദണ്ഡം? കാന്തപുരം മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ മശായിഖന്മാരുടെ ഹളറത്തിൽ പോയി കൃത്യമായ അവരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ജീവിക്കുന്ന ആളാണ്. അതാണ് ഇവർക്ക് ഉസ്താദിനോടുള്ള ബഹുമാനത്തിന്റെ മാനദണ്ഡം. മടവൂർ ശൈഖുനെ ജീവിച്ചിരിക്കുന്ന കാലത്ത് മടവൂരിന്റെ അടുത്ത് പോയിട്ട് ആഴ്ചയിൽ പോയിട്ട് മടവൂരിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കാന്തപുരം മുസ്ലിയാർ എല്ലാ കാര്യവും ചെയ്തിരുന്നത്. മടവൂർ ഒടുങ്ങിയതിന് ശേഷം പിന്നെ മടവൂരിന്റെ അടുത്ത് പോകാൻ പറ്റില്ല. അതെന്തോടാ അങ്ങനെ? മടവൂർ പോയതിന് ശേഷം മടവൂർ ഒടുങ്ങിയതിന് ശേഷം മടവൂരിന്റെ അടുത്ത് ചെല്ലാൻ പറ്റൂലേ? ആ മടവൂരിനോട് ചോദിച്ചാൽ മടവൂർ മറുപടി തരൂലേ? മടവൂരിന്റെ അടുത്ത് നിർദ്ദേശം ചോദിക്കാൻ പറ്റൂലേ? അത് പറ്റാത്താണ്ടുള്ള മടവൂർ വേറെ ആളെ ഏൽപ്പിച്ചത്. അതെന്താ അവിടുത്തെ പരിമിതി? മുദബ്ബിറുൽ പരിമിതി എന്താ? മരിച്ചു എന്നുള്ളതാ തന്നെ. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിവൊന്നുമില്ലേ? അത് നിൽക്കട്ടെ, നമുക്ക് വേറെ ചോദിക്കേണ്ട വിഷയങ്ങളാണ്, അത് വേറെ വീഡിയോയിൽ ചോദിക്കാം. എന്തായാലും മടവൂർ മരിച്ചതിന് ശേഷം മടവൂർ വേറെ ആളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഞാൻ കിടക്കുന്ന സിയം, നടക്കുന്ന സിയം വേറെ ഉണ്ട്, അവിടെ പോയിക്കോളി. ഇനി അത് കഴിഞ്ഞാൽ ചാടുന്ന സിയം, ഓടുന്ന സിയം, തലകുത്തി മറിയുന്ന സിയം ഒക്കെ ഉണ്ടാവും. അങ്ങനെ മടവൂര് വലിയാക്കിയ ആള് മടവൂര് ഔലിയാക്കി. ഞാൻ എൻ്റെ സെക്രട്ടറി ആക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ മാതിരി ഞാൻ വലിയാക്കിയിരിക്കുന്നു. ഇയാൾ ആരോട് വലിയാക്കാന്? ആരോട് ഒരു മനുഷ്യനെ വിലായത്ത് പട്ടം ഒരു മനുഷ്യനെ വലിയാക്കേണ്ടതും അത് എടുത്തു കളയേണ്ടതും ആരാണ്? അള്ളാഹുവാണ്. അല്ല ഇയാൾ പിടിച്ചു കണ്ട വലിയാക്ക ഇയാൾ ആരാ? ഇരിക്കട്ടെ. അങ്ങനെ മടവൂര് വലിയാക്കിയ ആളെടുത്ത് എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും തിരക്കുണ്ടെങ്കിലും 5-8 മണിക്കൂർ യാത്ര ചെയ്തിട്ട് കാന്തപുരം മുസ്ലിയാർ പോകും. എന്നിട്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് കാന്തപുരം മുസ്ലിയാർ ഇന്നും ജീവിക്കുന്നത് എന്ന് 4 മാസം മുമ്പ് പ്രസംഗിച്ചതാവാം. അപ്പൊ ആ കാന്തപുരം ഈ കുരുവട്ടൂര് ഹാഫിളും ഈ കുരുവട്ടൂര് കുട്ടിതച്ചാലികളും പിഴച്ചവരാണ്, അവരായിട്ട് അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായ തീരുമാനമല്ലേ? അത് സമസ്തക്കാർ AP സമസ്തക്കാർ ഉൾക്കൊള്ളേണ്ട തീരുമാനമല്ലേ? കുരുവട്ടൂർ ഹാഫിളിന്റെ അനുയായികളും ആ തീരുമാനം അംഗീകരിക്കേണ്ടതല്ലേ? കാരണം കാന്തപുരം തൊള്ളി തോന്നിയത് പറയില്ലോ. മഹാന്മാരായ മശായിഖന്മാരുടെ നിർദ്ദേശപ്രകാരമാണല്ലോ ഈ കുരുവട്ടൂർ ഹാഫിളും ടീമും പിഴച്ചു പോയവരാണ് ഇന്ന് കാന്തപുരം പ്രസ്താവന ഇറക്കിയത്. അത് മശായിഖന്മാരുടെ മടവൂരടക്കമുള്ള മടവൂർ ഒടുങ്ങിയതിനു ശേഷം മടവൂർ വലിയാക്കിയ മടവൂർ കാണിച്ചു കൊടുത്ത നടക്കുന്ന സിയം അവരൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലോ കാന്തപുരം ഈ തീരുമാനം എടുത്തത്. പിന്നെ എങ്ങനെ നിങ്ങൾ ഈ കാന്തപുരത്തിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുക? നിങ്ങൾ കുരുവട്ടൂർ ഹാഫിൾ പേച്ചോനാണ്, ഓനെ പിന്നാലെ നടക്കുന്ന നൗഷാദും പേച്ചോനാണ് പറഞ്ഞിട്ട് അത് അംഗീകരിച്ചിട്ട് നിങ്ങൾ ഓലെ ചവിട്ടി തെറിപ്പിക്കല്ലേ വേണ്ടത്? നിങ്ങൾ കാന്തപുരത്തിന്റെ പിന്നാലെ കൂടല്ലേ വേണ്ടത്? അതല്ലേ ന്യായം? അതല്ലേ നീതി? നിങ്ങളെ നിലപാട് സത്യസന്ധമാണെങ്കിൽ അതല്ലേ ചങ്ങായിമാരെ നിങ്ങൾ ചെയ്യേണ്ടത്? അത് ചെയ്യേണ്ടതിന് പകരം അസല് മുനാഫിക്കിന്റെ പണി. വാക്ക് വേറെ, പ്രവൃത്തി വേറെ. ആദ്യം പറഞ്ഞതിന് നേരെ എതിരെ മറ്റോടത്ത് പറയാ, വിശ്വസിച്ചവരെ വഞ്ചിക്കുക. മുനാഫിക്കിന്റെ സകല പരിപാടിയും ഈ കുരുവട്ടുകൂരികളായ ദജ്ജാലുകളുടെ കയ്യിലുണ്ട്. ഇവരെ ഓരോ ആദർശവും അങ്ങേയറ്റം നിഫാക്ക് കലർന്ന ആദർശമാണ്, വഴിപ്പിഴച്ച അങ്ങേയറ്റം ലൊലാലത്തിന്റെ ആദർശമാണ്. ഇൻഷാ അല്ലാഹ് ഓരോന്ന് ഇത് കഴിഞ്ഞിട്ടില്ല. ഈ മടവൂരുമായി ബന്ധപ്പെട്ട് ഇവർ കെട്ടിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ അത് എത്രത്തോളം ദീനിനെതിരാണ് എന്നുള്ളത് നമ്മൾ വരും വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഓരോന്നായി ചർച്ച ചെയ്യും. ഈ കുരുവട്ടൂരുകളുടെ പൊള്ളത്തരം ഇത് എത്രത്തോളം വിഷലിപ്തമായ പാഷാണത്തിലെ കൃമികളാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇവരെ കണ്ടെടുത്ത് വെച്ച് ജനങ്ങൾ ആട്ടി ഓടിക്കുന്ന ഒരു അവസ്ഥ വരണം. ഒരല്പമെങ്കിലും ഈമാനുള്ള ആളുകൾ ചെയ്യേണ്ട പണിയാണത്.
ഇവരൊന്നും വെച്ച് വാഴിക്കും. ഇവന്റെ ഈ പിഴച്ച ആദർശം സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ മുസ്ലിങ്ങൾ അതിന് ഒരു നിലക്കും ഒത്താശ ചെയ്ത് കൊടുക്കാൻ പാടില്ല. അത്രത്തോളം പിഴച്ച ആദർശം ജൂതന്റെ ആചാരം പറ്റി ഇവിടെ ചെലവഴിക്കാൻ നോക്കുന്ന വിഷക്കീടങ്ങളാണ് ഇവര്. അത് സമൂഹം തിരിച്ചറിയണം. ഇൻഷാ അല്ലാഹ് ഓരോ പിഴച്ച ആദർശം നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.